വളരെയധികം മാനസികമായ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ലഭിക്കുന്നത്. സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ഒക്കെ ഒരു അവസ്ഥ. 15-ാമത്തെ വയസ്സിൽ ഞാൻ ഈ സ്ഥാപനത്തില് കലാനിലയം എന്ന് പറയുന്ന ആ അക്ഷരങ്ങൾ എന്റെ മനസ്സിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന മരണം കഴിയുന്നുണ്ട്. എന്ന് വരുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു മുഹൂർത്തത്തിന് ഞാൻ സാക്ഷിയാകും എന്നൊരിക്കലും കരുതിയിരുന്നില്ല. അന്നത്തെ കലാനിലയത്തിന്റെ ആ അവസ്ഥ എന്ന് പറയുന്നത് അത്രയ്ക്ക് വളരെ വൈഡായിട്ടുള്ള, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിശാലമായ ഒരു നാടകലോകമായിരുന്നു. ഇപ്പം അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അതിനെ അതിജീവിച്ച് മറ്റൊരു നാടകം മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ 50 വർഷത്തോളം കേരളത്തിലെ പ്രൊഫഷണൽ നാടകത്തിൽ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ആയിട്ട് അഭിനയിച്ചിരുന്ന അല്ലെങ്കിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അതിന്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. എന്തായാലും ജനങ്ങളുടെ മനസ്സിലും അതുപോലെ തന്നെ കലാനിലയം നാടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അത്ഭുതകരമായ അല്ലെങ്കിൽ അതിന് പകരം വയ്ക്കാനില്ലാത്ത ഒരു നാടക ലോകമായിട്ട് തന്നെ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ കാണും. അതെന്നും നിലനിൽക്കണം എന്ന് എന്റെ ഗുരുക്കന്മാരായ കലാനിലയ കൃഷ്ണനായി കൊടുങ്ങല്ലൂർ തൃപ്പൂണിത്തുറക്കുമാരന്മാരും ഒക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതിന്റെ തുടർച്ചയായിട്ട് ഇത് അതിഗംഭീരമായി നമ്മുടെ നാട്ടിൽ വിജയിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ട എല്ലാ ഹൃദയം നിറഞ്ഞ ആശംസകളും ഞാൻ